നമസ്കാരം. കോടതിയിൽ ആരോഗ്യത്തോടെ നടന്നു വരുന്ന പ്രതികൾ പെട്ടെന്ന് കുഴിഞ്ഞു വീഴുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി. കൂളായി നടന്നു വരുന്ന ഉന്നതരായ പ്രതികൾ കോടതിയിലെത്തുമ്പോൾ കുഴിഞ്ഞു വീഴുന്നത് പതിവാക്കിയിരിക്കുകയാണ്. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ.എൻ. ആനന്ദകുമാറിന്റെ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. പല കേസുകളും പരിഗണിച്ചാണ് നിരീക്ഷണം. പാതിവില തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയാണ് ആനന്ദകുമാർ. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ കോടതി ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരാമർശം. ആരോഗ്യത്തോടെ നടന്നു പോകുന്ന പ്രതികൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. ഈ പ്രവണത അവസാനിപ്പിക്കണം. ഇത്തരം നെഞ്ചുവേദനയും കുഴഞ്ഞു വീഴലും തുടരാനാവില്ലെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിമർശനം. പ്രതികൾ കോടതി മുറിയിൽ കുഴഞ്ഞു വീഴുമ്പോൾ മജിസ്ട്രേറ്റുമാർ നിസ്സഹായരാകുമെന്നും ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പ്രതികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിശോധന നടത്താൻ മാർഗനിർദ്ദേശം നൽകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രതികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജയിൽ DGPയോട് ഹൈക്കോടതി വിശദീകരണം തേടി. പ്രതികൾക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് സൗകര്യമുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. മറുപടി നൽകാൻ സംസ്ഥാന ജയിൽ DGPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജയിൽ DGPയെ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർത്തു. തട്ടിപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ആനന്ദകുമാറിനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ആരോഗ്യ പ്രശ്നം ഉയർത്തി ജാമ്യാപേക്ഷ നൽകേണ്ടതില്ല. ജാമ്യാപേക്ഷ മെറിറ്റിൽ വാദം കേട്ട് തീരുമാനമെടുക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പ്രതികൾ ഈ സാഹചര്യങ്ങളെ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ മറ്റു ചിലർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആനന്ദകുമാറിന്റെ വീട്ടിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ചികിത്സയിലാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു.